ഹരി ഓം 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 ഹരി ഓം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരി ഓം 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 ഹരി ഓം. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഭഗവാൻ നേരിൽ വരുകില്ല. ഹരി ഓം 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 ഹരി ഓം. ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ വലിയൊരു ഉത്തരവാദിത്വം, അതിൻ്റെ വലിയൊരു കേന്ദ്രം എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയിലൂടെ വേണം സംസ്കാരം കുട്ടികളിലേക്ക് പകരാൻ, കുട്ടികളിൽ നിന്ന് വേണം സമൂഹത്തിലേക്ക് പകരാൻ. അതുകൊണ്ട് കുപുത്രോ ഭവതി, ഒരു പുത്രൻ കുപുത്രനായി തീർന്നാലും കുമാത എന്ന ഭവതി, ആരുണ്ടാവരുത്, ഒരു മാതാവ് അങ്ങനെ തീരരുത്. കാരണം ഒരു അമ്മ വഴിതെറ്റിയാൽ കുട്ടി വഴിതെറ്റി, സമൂഹം വഴിതെറ്റും. ഇന്ന് നമ്മൾ കാണുന്നതുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളാണ് കൂടുതൽ അക്രമവാസനകളിലേക്ക് പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ക്രിമിനൽ എടുത്തു നോക്കൂ, എല്ലാ പൊളിറ്റിക്കലായാലും ശരി, മതപരമായാലും ശരി, ഏതൊക്കെ വിധത്തിലായാലും ശരി, പണത്തിന് വേണ്ടിയിട്ടായാലും ശരി, കാമാർത്ഥനായിട്ട് വേണ്ടാത്തത് ചെയ്യുന്നവനായാലും ശരി, അധികവും ഒരു 20 വയസ്സിന് മുകളിൽ, ഒരു 10-40 വയസ്സിൻ്റെ ഉള്ളിൽ വരുന്ന യുവാക്കളാണ് അതിലേക്ക് വഴിവിട്ട് പോകുന്നത്. അവരൊക്കെ വഴിതെറ്റുന്നതിന് കാരണം വ്യക്തമായി എനിക്ക് ബോധ്യമായിട്ടുള്ളത്, അവർക്കൊന്നും കുട്ടിക്കാലത്ത് വേണ്ട വിധത്തിലൊരു വഴികാട്ടിയായിട്ടുള്ളൊരു അമ്മയെ കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു സുനീതിയെ കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും അവരൊന്നും വഴിതെറ്റി പോകുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു അമ്മ എങ്ങനെയുള്ള അമ്മയായിരിക്കണം? കുട്ടികളെ മോൾഡ് ചെയ്യുന്ന അമ്മയായിരിക്കണം. കുട്ടികളെ മോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ജീവിതത്തിനനുസരിച്ച് കുട്ടികളെ വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ അപകടത്തിലായിത്തീരുന്നത്. എല്ലാവരുടെ ഉള്ളിലും പലവിധത്തിലുള്ള അറിവുകളും കഴിവുകളും ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ വികസിപ്പിക്കാൻ വേണ്ടുന്നൊരു സംവിധാനം അത് അമ്മമാർ കുട്ടിക്കാലത്തെ വളർത്തിക്കൊണ്ടുവരണം. അതുപോലെ അമ്മമാരുടെ പെരുമാറ്റം, അതൊക്കെ കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നൊരു അനുഭവമുണ്ട്. ഒരിക്കലൊരു കുട്ടി, പെൺകുട്ടിയാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ്. എന്തോ അവൾക്ക് ഹാഫ് ഇയർലി വളരെ മോശമായിരുന്നു. എക്സാം നന്നായിട്ടൊക്കെ എഴുതി, പക്ഷെ പ്രതീക്ഷിച്ച മാർക്കൊന്നും അവൾക്ക് കിട്ടിയില്ല. അങ്ങനെ അവൾ ആകെ ഡെസ്പായി, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതിന്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ട്രാജഡിയും കൂടി ഉണ്ടായി കുട്ടിക്ക്. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്, അവളുടെ അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു വിഷമം. അപ്പം ഫ്രണ്ട് പോയൊരു ദുഃഖം, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിട്ട് ടീച്ചർമാരെല്ലാം
വല്ലാതെ ചീത്ത പറഞ്ഞിട്ടുള്ള ദുഃഖം. കുട്ടിക്ക് ഒരു നിമിഷം തോന്നി ജീവിക്കേണ്ടതാണ്. എന്തിനാ എങ്ങനെയൊക്കെ ജീവിക്കുന്നത്? കുറേ വേദനകൾ അനുഭവിക്കാൻ. കുട്ടി ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ചിന്തിക്കുന്ന ചിന്ത ഇതാണ്: വീട്ടിലെത്തിയിട്ട് അമ്മ എങ്ങാനും ട്യൂഷന് പോ പെണ്ണേന്ന് പറഞ്ഞാലല്ലോ, പൊടി ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തിരിച്ച് വീട്ടിലേക്ക് വരില്ല. ഇനി എനിക്ക് മതി ജീവിതം. വേണമെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോലും മടിക്കില്ല. അവൾ ബ്ലേഡൊക്കെ വാങ്ങിച്ചു വെച്ചു. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ വെയിൻ കട്ട് ചെയ്യാനോ. അങ്ങനെയൊക്കെ കുട്ടികളുടെ മനസ്സിലുള്ള ചിന്തകളാണ്. അങ്ങനെ കുട്ടി വീട്ടിലേക്ക് പോണു. വീട്ടിലെത്തി. അമ്മയാണെങ്കിൽ വളരെ നല്ലൊരു സംസ്കാരമുള്ള ഒരു അമ്മയായിരുന്നു. ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി എവിടെയോ താളം തെറ്റിയിട്ടുണ്ട് കുട്ടി. അമ്മ വാരിക്കോരി 7 പഠിക്കുന്ന കുട്ടിയാണ്. തൻ്റെ മാറിലേക്ക് ചേർത്തിട്ട് തലയൊക്കെ തലോടി. എന്ത് പറ്റി മോളെ? സാരല്ലേ, മോള് ക്ഷീണിച്ചിട്ടുണ്ട് തോന്നുന്നു. ഒരു കാര്യം ചെയ്യും മോൾ, മുഖമൊക്കെ കഴുകിയിട്ട് വിശ്രമിച്ചോളൂ, ഇന്ന് ട്യൂഷനൊന്നും പോകണ്ടെന്ന്. ആ കുട്ടി പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം അമ്മയിൽ നിന്ന് കിട്ടുമ്പോണ്ടല്ലോ, അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ ഒരു കാര്യം ചെയ്യും, കുട്ടിക്ക് കാപ്പിയും പലഹാരമൊക്കെ ഉണ്ടാകും. മോൾക്ക് അട ഇഷ്ടമല്ലേ? അമ്മ അടയുണ്ടാക്കി തരാമെന്ന്. അങ്ങനെ അവൾ വിശ്രമിച്ചു. അമ്മ അടയുണ്ടാക്കുകയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്. ഒരു നിമിഷം അവളുടെ മനസ്സിൽ വന്നൊരു മാറ്റം: എനിക്ക് മാർക്ക് കുറഞ്ഞാലും എൻ്റെ ഫ്രണ്ട് നഷ്ടപ്പെട്ടാലും അമ്മയുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് ഞാൻ പ്രാധാന്യം കൊടുത്തില്ലല്ലോ. എന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് എൻ്റെ അമ്മയ്ക്ക് ഇല്ലേ? പിന്നെന്താ ഞാൻ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചത്? അത് ശരിയല്ലല്ലോ ഞാൻ ചിന്തിച്ചത്. അവൾക്ക് കിടന്നിട്ടൊരു ചെറിയ കുറ്റബോധം, ഞാൻ വേണ്ടാത്തത് ചിന്തിച്ചില്ലേ എന്നുള്ള കുറ്റബോധം. അവൾ വേഗം അടുക്കളയിലേക്ക് വന്നു. അപ്പം അമ്മ പറഞ്ഞു, മോള് കിടന്നോളൂ, വിശ്രമിച്ചോളൂ, എന്നിട്ട് മോൾ എണീറ്റിട്ട് വന്നിട്ട് കഴിച്ചാൽ മതി. അപ്പോഴേക്കും അമ്മ തയ്യാറാക്കാം. അപ്പോൾ അവൾ ചോദിക്കുകയാണ് അമ്മയോട്, എന്തിനാ ഈശ്വരൻ ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കുന്നത്? അമ്മയല്ലേ എന്നെ എത്രയോ അമ്പലങ്ങളിൽ കൊണ്ടുപോയത്, എത്രയോ വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ? എന്നിട്ടും എന്താ ഈശ്വരന് കരുണ ഇല്ലാത്തത്? ഞാൻ നല്ലവണ്ണം എഴുതിയതാണല്ലോ പേപ്പറൊക്കെ, എന്നിട്ട് എന്താ എനിക്കിങ്ങനെ മാർക്ക് കുറഞ്ഞു തന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ടിനെ മാത്രമേ കൊണ്ടുപോകാനുള്ളൂ, വേറെ ഒരു ഫ്രണ്ടും കൊണ്ടുപോയില്ലേ? എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പം അമ്മ മോളിരിക്കൂ എന്ന് പറഞ്ഞാൽ അമ്മ കുറച്ചൊരു വിദ്യാഭ്യാസമുള്ളൊരു അമ്മയാണ്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, മോൾക്ക് അമ്മ അടയുണ്ടാക്കി തരണു. ഈ അരി വന്നത് അരിപ്പൊടി വന്നത് അരിയിൽ നിന്നാണ്. ആ അരിയെ പൊടിച്ചിട്ടാണ് അരിപ്പൊടി ചെയ്ത്. ഒരു കാലത്തത് നെല്ലായിരുന്നു. ആ നെല്ല് കുത്തിയിട്ടാണ് അരി ചെയ്ത്. ആ നെല്ല് എത്രയോ കാലം വെയിലും മഴയും കൊണ്ടിട്ടാണ് വയലിൽ കിടന്നിട്ടാണ് നെല്ലായിട്ട് വന്നത്. ഒരു കാലത്തത് വിത്തായിരുന്നു. അത് മുളയ്ക്കാൻ കുറേ സമയമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അനവധി പരീക്ഷണങ്ങളിലൂടെ ഒരു വിത്ത് മുളച്ച് നെൽച്ചെടിയായി, ആ നെല്ല് അരിയായി, അത് കുത്തിയിടിച്ച് അരിപ്പൊടിയായിട്ട് ഇപ്പോൾ നമ്മളതിൽ ശർക്കരയും അളിയരൊക്കെ ചേർത്ത് അടച്ചിടുമ്പോൾ അതിനെത്ര രസമുണ്ട് കുട്ടി. അതിന് പകരം മോൾക്ക് നെല്ല് തന്നാൽ രുചി കിട്ടുമോ? അരി തന്നാൽ രുചി കിട്ടുമോ? വെറും അരിപ്പൊടി തന്നാൽ രുചി കിട്ടുമോ? ഇതുപോലെയാണ് കാലം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഓരോ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന് അതിനെയൊക്കെ അഭിമുഖീകരിച്ച് അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാലേ നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈശ്വരനെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, കാലത്തെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം ഈശ്വരൻ നമ്മളെ വാർത്തെടുക്കാൻ, നല്ലൊരു വ്യക്തിയാക്കി തീർക്കാൻ വേണ്ടി തരുന്ന പരീക്ഷണമാണ്. മോൾക്കറിയോ, മോൾ ഇങ്ങോട്ട് വന്നപ്പോൾ 9 മാസം അമ്മ ഗർഭത്തിൽ മോളെ ചുമന്നിട്ടുണ്ട്. എന്തെല്ലാം വേദനകൾ അമ്മ അനുഭവിച്ചിട്ടുണ്ട് അറിയോ? അമ്മയ്ക്ക് ഭക്ഷണത്തിന് രുചി ഉണ്ടായിരുന്നില്ല, ഉറക്കമുണ്ടായിരുന്നില്ല. ഒരു വർഷക്കാലം മോള് എങ്ങനെയാണ് കഴിഞ്ഞതെന്നറിയോ? അമ്മയുടെ ശരീരത്തിൽ മലവും മൂത്രവും ഒക്കെ ആക്കിയിട്ട് രാത്രിയൊന്നും അമ്മയ്ക്ക് ഉറക്കം തരാതെയാണ് അമ്മ മോളെ വളർത്തിയത്. അറിയോ മോള്? അമ്മ അന്ന് വിചാരിക്കുകയാണ്, എന്തിനാ ഈശ്വരൻ എന്നെ പരീക്ഷിക്കണം, എന്തിനാ ഇങ്ങനെ ഒരു കുട്ടി എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഇന്നീ മോളുണ്ടാവുമോ? അതുകൊണ്ട് വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ മോളും നമുക്ക് ഈശ്വരൻ തരുന്ന ഒരു പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കണം. നമ്മൾ അതിലൊന്നും തളരാൻ പാടില്ല, നമ്മൾ അതിലൊക്കെ ഉയരാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോണ്ടല്ലോ ആ കുട്ടിക്ക് അമ്മയോട് ആദരവ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഒരു പക്ഷേ അമ്മ വീട്ടിൽ കയറി വന്ന ഉടനെ പൊടി വേഗം ട്യൂഷന് പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും? അമ്മയായിരിക്കും, അല്ലേ? അപ്പം സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ പെരുമാറാനുള്ളൊരു കഴിവ് അത് അമ്മമാരിൽ കൂടുതലുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഋഷീശ്വരന്മാർ ഈശ്വരനെ വിഗ്രഹത്തിൽ കാണൂ എന്നല്ല പറയുന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ്, ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗുരുവിനെ ചെന്ന് നമസ്കരിക്കുന്ന ശിഷ്യനോട് ഗുരു പറയുന്നത്, ഇനി നീ ഈശ്വരനെ കണ്ടു പൂജിക്കണം. എവിടെ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ആദ്യമാരിലാണ് മാതൃദേവോ ഭവ. അതാണ് ഭാരതത്തിൻ്റെ മഹത്വം. കാരണം ഒരമ്മയ്ക്ക് വേഗം മറ്റൊരാളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്നാണ്.
3 കാര്യങ്ങൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തത്, മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വെറുതെ ഇരുന്നാൽ അത് വേണ്ടാത്തത് ചിന്തിക്കും. അതുകൊണ്ട് കുട്ടികളുടെ മനസ്സിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എപ്പോഴും അതിനെ ഓരോന്നിലും എൻഗേജ്ഡ് ആക്കാൻ അമ്മയ്ക്ക് സാധിക്കണം. നല്ല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആക്കാൻ സാധിച്ചാലുണ്ടോ ആ കുട്ടിയുടെ മനസ്സൊരിക്കലും വഴിതെറ്റില്ല. നേരെ മറിച്ച് അതിന് വെറുതെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് അത് തെറ്റായ വഴിക്കൊക്കെ പോകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവന ജീവിതവും കഴിഞ്ഞ് മഥുരയിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്, അല്ലേ? ഒരു ഗുരുവിൻ്റെ ആവശ്യം വരികയാണ് കൃഷ്ണന്. 64 ദിവസം കൊണ്ട്, കേട്ടിട്ടുണ്ടോ കഥ? 64 ദിവസം കൊണ്ട് 64 കലകൾ പഠിച്ചിരുന്ന ഭഗവാനാണ്. അത് മനസ്സിലാക്കി വയ്ക്കണം നമ്മൾ. അപ്പം നമ്മുടെ മനുഷ്യ മനസ്സിന് അനവധി ശാഖകളിലേക്ക് തിരിയാനുള്ള കഴിവുണ്ട്, പലതും പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഒരുപാട് സാധ്യതകളുള്ളൊരു സാധനമാണ് നമ്മൾ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്. അതിന് കല പഠിക്കാം, അതിന് സംഗീതം പഠിക്കാം, അതിന് സ്പോർട്സ് ചെയ്യാം, അതുപോലെ ഏതേത് മേഖലകൾ വേണോ അത് എല്ലാ മേഖലകളിലേക്കും. ഇന്ന് ഈ വിദ്യാഭ്യാസ രംഗമുണ്ടല്ലോ, പലപ്പോഴും പറയുന്നത് കുട്ടികളെ നിങ്ങൾ ഫ്രീ ആക്കൂ എന്നാണ്. കുട്ടികളെ ഫ്രീ ആക്കല്ല വേണ്ടത്, അത് വഴിതെറ്റിക്കലാണ്. നമ്മളവരെ എൻഗേജ്ഡ് ആക്കുകയാണ് വേണ്ടത്. എപ്പോഴും മൈൻഡ് എൻഗേജ്ഡ് ആയിരുന്നാലുണ്ടല്ലോ വേണ്ടാത്ത ചിന്തിക്കുകയില്ല. ഞാനിത് അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ഞങ്ങൾ കുട്ടികളുടെ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്, പണ്ട് ചെയ്തിരുന്നു. അപ്പോൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു വളരെ ടൈറ്റ് ഷെഡ്യൂളാണ് കുട്ടികൾക്ക് കൊടുക്കുക. രാവിലെ 5 മണിക്ക് എണീപ്പിക്കും, അത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, അത് കഴിഞ്ഞാൽ അടുത്തത് കുറച്ച് ഗീതാ പഠനം. ഇനി രണ്ടാമത്തും കൂടി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എൻഗേജ്ഡ് ആക്കുക മാത്രമല്ല, ആ കുട്ടികളെ ഒന്നിൽ തന്നെ പിടിച്ചു നിർത്തിയാൽ അത് ബോറടിക്കും. വൈവിധ്യങ്ങൾ വേണം മനസ്സിനെപ്പോഴും. അത് നമ്മുടെ സ്വന്തം ജീവിതം എടുത്തു നോക്കിയാൽ കുട്ടികളെയും മനസ്സിലാവും. നിങ്ങൾക്ക് രാവിലെ ഇഡ്ഡലിയാണെന്ന് വിചാരിക്കുക പലഹാരം, ഉച്ചയ്ക്ക് അത് തന്നെ തന്നാലോ, രാത്രി അത് തന്നെ തന്നാലോ, പിറ്റേന്ന് രാവിലെ അത് തന്നാലോ, അതിൻ്റെ പിറ്റേ ഉച്ചയ്ക്ക് അത് തന്നാലോ, പിറ്റേന്ന് രാത്രി അത് തന്നാലോ, അടുത്ത ദിവസം അത് തന്നാലോ, അടുത്ത ദിവസം ഉച്ചയ്ക്ക് മതി സ്വാമി. ഇനി തന്നാൽ നിങ്ങളത് അവൻ്റെ മുഖത്തേക്ക് എറിയും. മടുക്കുമോ? നമുക്ക് ഉണ്ടോ ഇല്ലയോ? മടുപ്പ് വരും. ഏത് സാധനമായാലും മടുപ്പ് വരും. ഇതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സ്. വെറും പഠിത്തം ട്യൂഷൻ എന്ന് പറഞ്ഞാലല്ലോ ആ കുട്ടിക്ക് പഠിത്തത്തോട് മടുപ്പ് വരും, ആ ട്യൂഷനോട് മടുപ്പ് വരും. അതുകൊണ്ട് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പാടാനുള്ള കഴിവുണ്ടാവും, അതുപോലെ പല കഴിവുകളും ഉണ്ടാവും. അതിന് പറ്റുന്ന ആളുകളിലേക്ക് ആ കുട്ടികളെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടിയുടെ മനസ്സിനെ വളർത്താൻ സാധിക്കും. നമുക്കൊക്കെ ഒരു വിശ്വാമിത്ര മഹർഷിയെ പോലുള്ള ആളുകളെ കിട്ടിയാലല്ലോ മാറ്റിയെടുക്കാൻ സാധിക്കും. ശ്രീരാമസ്വാമിയും അതുപോലെ ലക്ഷ്മണനും കുട്ടികളായിരിക്കുന്ന സമയത്ത്, കൊട്ടാരത്തിൽ വളർന്നു വരുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി വരികയാണ് തൻ്റെ യാഗരക്ഷയ്ക്ക് വരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലേ കഥ? അങ്ങനെയല്ലേ? ഉടനെ ദശരഥൻ പറയാണ്, കുട്ടികളല്ലേ, വിട്ടുപോയാൽ വല്ലതും സംഭവിക്കില്ലേ, രാമൻ പോയാൽ പിന്നെ എനിക്ക് ആരുണ്ട് എന്ന്. ഉടനെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാജൻ പറഞ്ഞ വാക്ക് പാലിക്കണം, കുട്ടികളെ തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങ്, ചോദിച്ചാൽ എന്തും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാല് മാറിയേ, എനിക്ക് രാമനും ലക്ഷ്മണനും എൻ്റെ കൂടെ വരണം, ലക്ഷ്മണൻ വന്നില്ലെങ്കിലും രാമൻ നിർബന്ധമായിട്ട് വരണം. ഉടനെ ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഞാൻ വന്നാൽ പോരെ, ആ രാക്ഷസന്മാരെയൊക്കെ കൊല്ലാൻ ഞാൻ പോരെ, ഈ കുട്ടികളൊക്കെ രാക്ഷസന്മാരെ കണ്ടാൽ അവിടെ വീണു പോയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജൻ എൻ്റെ സ്വഭാവം അറിയാലോ. ഇത് കണ്ടപ്പോൾ വസിഷ്ഠരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോര് ശപിച്ചാൽ കുലം നശിക്കും, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് വിചാരിക്കൂ രാജൻ. അങ്ങേക്ക് തോന്നുന്നുണ്ടോ രാമനെയൊക്കെ അയാൾ വഴിതെറ്റിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, എന്താ അങ്ങ് വെട്ടിത്തം പറയുന്നത്? അങ്ങനെ രാമലക്ഷ്മണന്മാർ പോകുന്ന സമയത്ത് രാമലക്ഷ്മണന്മാർ പോലും അറിയാത്ത വിധത്തിൽ അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ വിശ്വാമിത്ര മഹർഷിക്ക് സാധിച്ചു. സീതാദേവി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് രാഷ്ട്രത്തിന് വേണ്ടി സീതാദേവി ഉപേക്ഷിക്കാനുള്ള മനോധൈര്യം ശ്രീരാമസ്വാമിക്ക് കൊടുക്കുന്നത് വിശ്വാമിത്ര മഹർഷിയാണ്. ശ്രീരാമസ്വാമിയുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു താടകയെ കൊല്ലുമ്പോൾ. കാരണം മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ കൊല്ലരുത് എന്ന്. സ്ത്രീകളെയും ബ്രാഹ്മണരെയും സന്യാസിവര്യന്മാരെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ, കുട്ടികളെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപം എന്നാണ്. അപ്പോൾ ഇവിടെ താടക എന്ന് പറയുന്നത്
സ്ത്രീയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, സ്ത്രീയല്ലേ ഗുരു എന്ന് പറഞ്ഞു. രാഷ്ട്രത്തിനും സമൂഹത്തിനും സമാജത്തിനും ഒരു സ്ത്രീ വേദനാത്മകമാവുകയാണെങ്കിൽ, അവളുടെ ജീവിതം ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ആ സ്ത്രീയെ കൊല്ലാൻ ശാസ്ത്രം നമ്മളെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് താടകയെ കൊന്നു എന്ന് വെച്ചിട്ട് തെറ്റില്ലയാണ്. ഇന്നിതാ ഈ അറിവുണ്ടല്ലോ, സീത രാഷ്ട്രത്തിനൊരു തലവേദനയായി മാറുന്നു. ഈ രാജ്യത്തിലുള്ള സ്ത്രീകൾ സീതയെ ഒരിക്കലും തെറ്റായി കാണരുത് എന്നുള്ള ബോധ്യം കൊണ്ട് ശ്രീരാമസ്വാമിക്ക് സീതയെ ഉപേക്ഷിക്കാനുള്ള മനോധൈര്യം അന്ന് വിശ്വാമിത്ര മഹർഷിയിൽ നിന്നാണ് കിട്ടിയത്. അല്ലേ? ആണോ അല്ലയോ? ഒരുപക്ഷെ ശ്രീരാമസ്വാമി ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലിരുന്നുവെങ്കിൽ സീതാദേവി ഉപേക്ഷിക്കാൻ ഒരിക്കലും ആർക്ക് സാധിക്കില്ല? ശ്രീരാമസ്വാമിക്ക് സാധിക്കില്ല. കാരണം അതിനുള്ള അറിവില്ല. അറിവ് കിട്ടണമല്ലോ വല്ലയിടത്തും, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്രകാരം ഓരോ ജീവിതവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വേണ്ട സമയത്ത് വേണ്ടത് പകർന്നു കൊടുത്ത് വേണ്ട രീതിയിലൊക്കെ കഴിവുകളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവരൊന്നും ജീവിതത്തിൽ തളരുകയില്ല. ഇന്ന് നമുക്ക് വളരെ ആവശ്യകരമായൊരു രംഗമാണിത്. കാരണം വെറും ഞാൻ നോക്കുമ്പോഴല്ലോ നമ്മൾ അറിയുന്ന പല കുട്ടികൾ ഈ സോഫ്റ്റ്വെയർ വെറും എൻജിനീയറിംഗ് മേഖലയിൽ മാത്രം പോയി പെട്ടെന്ന് ജോലി പോകണു. പിന്നെ എന്തു ചെയ്യും? പിന്നെ ഒരു വഴിയില്ല അവർക്ക്. കാരണം തെങ്ങ് പോലെയാണ് പോയിരിക്കുന്നത്, കവുങ്ങ് പോലെയാണ് പോയിരിക്കുന്നത്. ഈ തെങ്ങിനും കവുങ്ങിനും ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ മണ്ട കേടുവന്നാൽ വൃക്ഷം തന്നെ കേടുവന്നു. നേരെ മറിച്ചൊരു പ്ലാവോ അല്ലെങ്കിൽ ഒരു മാവോ ഒക്കെ ആണെങ്കിൽ ഒരു ശാഖ പോയാലും വേറൊരു ശാഖയ്ക്ക് ജീവനുണ്ട്. അതുപോലെ നമുക്ക് പല തരത്തിലുള്ള ചിന്തകളും വിചാരങ്ങളും ഉണ്ടെങ്കിൽ ഒരു മാർഗം പോയാലും വേറൊരു മാർഗം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടും. നമ്മളെ വഴിമുട്ടിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ കഴിവ് 64 കലകളെക്കുറിച്ചുള്ള അറിവുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു മേഖലയിലും ഒരാൾക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. അവതാരമൂർത്തിയിരിക്കുന്ന ഭഗവാൻ തേരോടിക്കുന്നതിൽ പോലും കഴിവുള്ളവനായിരുന്നു. 5 കുതിരകളെ ഓടിക്കാനുള്ള കഴിവ് ശ്രീകൃഷ്ണ ഭഗവാനുള്ളത് വേറെ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗരവന്മാരുടെ ഇടയിൽ അയാളായിരുന്നു ശല്യര്. അതാണ് ശല്യരെ തിരഞ്ഞെടുക്കുന്നത്. ഈ കഴിവുകളൊക്കെ ഉള്ള അവതാരമൂർത്തി നമ്മളെ പഠിപ്പിക്കുന്നത് അനവധി കഴിവുകളും അനവധി കാര്യങ്ങളും പഠിക്കാനുള്ള കഴിവ് നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. പക്ഷേ നമ്മളെ അച്ഛനമ്മമാരുണ്ടല്ലോ വെറും ഈ പഠിത്തം പഠിക്കടാന്ന് അങ്ങനെ നിർബന്ധിച്ച് അതിൽ മാത്രം ഒതുക്കി വയ്ക്കുകയാണ്. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഭാഗവതം വായിക്കുക എന്നുള്ളൊരു കമ്പൽസറി ആയിരുന്നു നമ്മുടെ വീട്ടിൽ. ഞാനൊക്കെ വാസ്തവത്തിൽ ശപിച്ചിട്ടുണ്ട് വായിക്കുന്നതിന്. കാരണം നല്ലൊരു സമയം ഈ ഭാഗവതമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കണമല്ലോ എന്ന്. പക്ഷെ ഇന്ന് എനിക്ക് അഭിമാനം തോന്നുന്നു, അന്ന് വായിക്കാൻ പറഞ്ഞതുകൊണ്ട് അന്ന് തന്നെ ഇതിൻ്റെ കഥകളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമുക്കറിയില്ല ഏതാ നല്ലത് ചീത്തത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം, സന്ധ്യയ്ക്ക് നാമം ജപിക്കുക, അമ്പലങ്ങളിൽ പോവുക, കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കുക, ഭജനകളിൽ പങ്കെടുക്കുക, സംഗീതം, കല, എന്തൊക്കെയുണ്ടോ നമുക്ക് ഭാരതത്തിലാണെങ്കിൽ അനവധി ശാഖകളുണ്ട് അല്ലേ?